ഇപ്പോൾ പ്രതീഷ് ശേഖരൻ മുൻ PR കൂടിയാണ്. പ്രതീഷ്, ഇവിടെ കടുത്ത തീരുമാനമാണ് അണിയറ പ്രവർത്തകർ എടുത്തത്. കാരണം ഒരു സിനിമ അത് റിലീസ് ചെയ്തിട്ട് മോശമില്ലാത്ത പ്രതികരണമൊക്കെ ആയി പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അത് പിൻവലിക്കുക എന്നൊരു കടുത്ത തീരുമാനം അണിയറ പ്രവർത്തകർ എടുക്കുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ? ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ചിത്രം നേരത്തെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴേക്കും കഴിഞ്ഞ ഞായറാഴ്ച തന്നെ അതിന്റെ നമ്മൾ മഞ്ഞ കത്തിയതൊക്കെ കണ്ട് അവർ പ്രൊമോഷൻ നടത്തിയതാണ്. ഇതിന്റെ ആദ്യത്തെ PR മാത്രമല്ല, ഈ സിനിമയിലെ PR ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ പേരാണ്. പക്ഷെ ഇതിന്റെ സാധ്യതയായിട്ട് ഇതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാതാവ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു സാമ്പത്തികമായ വിക്രയവും ആ സമയത്ത് എന്നായിട്ട് നടത്തിയിട്ടില്ല. പക്ഷെ ഇതിന് ഒരു ദിവസം മുമ്പ്, ഇന്നലേക്ക് മുമ്പ് എനിക്ക് അദ്ദേഹം വിളിക്കുകയും അദ്ദേഹം ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്, അപ്പൊ കുറച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് റിലീസ് ആണെങ്കിലും, കാരണം ഈ ഇറങ്ങിയ സമയത്ത് സിനിമ പ്രൊമോഷൻ കൃത്യമായി നടത്താതെ അതൊരു മറ്റൊരു മാർക്കറ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ആരെ ഏൽപ്പിച്ചാലും ഇത് അത്രത്തോളം ഇതാവത്തില്ല. ഇനി ഞാൻ കൂടി ഇതിനകത്ത് വന്നിട്ട് വേറെ എന്തെങ്കിലും രീതിയിലും ചെയ്യാൻ വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, എത്ര രൂപയാണ് പ്രതീക്ഷിന് വേണ്ടത് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ പ്രസ് മീറ്റിൽ ഇവർ ഒരു പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി. അതിന്റെ താഴെ ഒരു വാർത്താക്കുറിപ്പിൽ എന്റെ പേര് ചേർക്കുകയുണ്ടായി. അപ്പോൾ ഫെഫ്കയിൽ എൻറോൾ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തനം കഴിഞ്ഞ് എൻറോൾ ചെയ്തിട്ടുള്ള ഒരു PRO ആണ് ഞാൻ. അപ്പം ഈ വാർത്താക്കുറിപ്പ് ഞാൻ നൽകിയിട്ടില്ല. അപ്പൊ എന്റെ പേര് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായ രീതിയാണ്. ഈ വാർത്താക്കുറിപ്പ് ഞാനല്ല തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ സിനിമകളുടെയും വാർത്താക്കുറിപ്പും അല്ലെങ്കിൽ പത്രസമ്മേളനത്തിന് കൊടുക്കുന്ന സംഭവവും തയ്യാറാക്കി കൊടുക്കുന്നത് PRO തന്നെയാണ്, ഞാൻ തന്നെയാണ്. പക്ഷെ ഇന്നലെ ഈ പടത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന്റെ കാര്യമേ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ ഇതിന്റെ മാർക്കറ്റിംഗ് ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ രാവിലെ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ഇങ്ങനെ പ്രസ് മീറ്റിന് പ്രതീക്ഷ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പടവുമായി യാതൊരു കാര്യത്തിലും ഇല്ല എന്നുള്ളതും ഞാൻ അറിയാതെയാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ്. അതിനുശേഷം എനിക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ഞാൻ പേഴ്സണലി പോലും മെസ്സേജ് അയച്ചൊരു കാര്യമുണ്ട്, ദയവ് ചെയ്ത് ഈ മതനിന്ദ വരുത്തുന്ന ഇത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുക. കാരണം ഇതുവരെ ഞാൻ ഏകദേശം സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂർ ഇരുന്ന് സെർച്ച് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പല കാര്യങ്ങളും സിനിമയുടെ നല്ലതും ചീത്തയും ആരെങ്കിലും എന്തോ പറഞ്ഞറിയാൻ വേണ്ടി. ഈ സിനിമയെ പറ്റി ആരും ഇതുവരെ അതിനൊരു മതനിന്ദ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മതം ഉപയോഗിച്ചു എന്നാണോ പറയുന്നത് പ്രതീക്ഷ? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ എന്തുകൊണ്ട് വ്യക്തത വരുത്തിയില്ല? ഈ സിനിമയ്ക്ക് മതമില്ല, ഇതൊരു ജാതിയെ തൊട്ടോ ഒരു മതത്തിനെ തൊട്ടോ ഒക്കെ കളിക്കുമ്പോഴേക്കും, കാരണം ഇതൊരു അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുക്കിൽ നിന്ന് ഒരാൾ ഒരു ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് എങ്കിലും ഇവർക്ക് കാണിക്കാമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു മതം ഏതെങ്കിലും ഒരു സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് പറയാൻ വേണം. അതിനാണ് ഒരു പ്രസ് മീറ്റ് വിളിക്കേണ്ടത്. ആ പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ പോലും ഒരു വ്യക്തത ഇല്ലാതെ എന്തോ എവിടെയോ പറയുന്ന രീതിയിലാണ് ഇത് നടത്തുന്നത്. ഇവർ പറഞ്ഞു എവിടെ നിന്നാണ് ഈ സിനിമയ്ക്ക് ആക്രമണം? ഗൾഫിൽ നിന്നാണോ ആക്രമണം? അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ആക്രമണം? തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ആക്രമണം? ഇതൊന്നും വ്യക്തമാക്കുന്നില്ല. ചുമ്മാ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം സിനിമയുടെ കണ്ടന്റ് അതിനകത്ത് രീതിയിൽ വർക്കാവാതിരിക്കാം. ചിലപ്പോൾ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടും, അതായത് കണ്ട അഭിപ്രായം പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞതനുസരിച്ച് പൊള്ളുന്ന ഒരു പ്രമേയം തന്നെയാണ്. ആ പ്രമേയത്തെ വളരെ കൈയടക്കത്തോടെയാണ് നവാസ് സുലൈമാൻ അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എവിടുന്ന് ഇത് വന്നു എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരുമല്ലോ. അപ്പം ഇതെന്താണ്, ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എന്ന് സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കുന്ന ചിലരുണ്ടാവും. അല്ലാതെ തന്നെ ഈ മതവുമായി, ഇതിൽ പറഞ്ഞിട്ടുള്ള മതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചിലർക്ക് അതൃപ്തി ഉണ്ടാകും. അപ്പം ഏതാണ് ഇതിനെ ബാധിച്ചതെന്നാണ് പ്രതീക്ഷ കരുതുന്നത്? എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇത് സിനിമയുടെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാനിത് എല്ലായിടത്തും ചെകഞ്ഞു. അതിനുശേഷം ഞാൻ ബന്ധപ്പെട്ട പല മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത് കൃത്യമായി അന്വേഷിച്ചിട്ട് മാത്രമേ ഈ വാർത്ത കൊടുക്കാവൂ എന്നും പറഞ്ഞു. എന്റെ പേര് കണ്ടതിന് ശേഷം പല സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും, നീ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന്. ഞാൻ പല ചാനലുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കുകയും ഞാൻ പറഞ്ഞു, ഞാനിത് കൊടുത്തിട്ടില്ല, ഞാനിത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു വാർത്ത എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഞാൻ പലയിടത്തും പരതി എവിടെയെങ്കിലും ഒരു മതം എന്താ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച വന്നിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇതൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി വേണ്ടി തട്ടിക്കൂട്ടി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രതീക്ഷ ഏത് ഘട്ടത്തിലാണ് പ്രതീക്ഷ അതിൽ നിന്ന് മാറുന്നത്, ഈ പ്രൊമോഷൻ? ഇതിൽ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് വന്നപ്പോഴേക്കും ഈ സിനിമയുടെ ഇതിനായിട്ട് യാതൊരുവിധ കരാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഇതിൻ്റെ അകത്ത് ടർക്കിഷ് തർക്കം എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയാവുന്ന സംഭവം എന്ന് വെച്ചാൽ, സണ്ണി വെയിനും ലുക്മാനും കൂടി അടികൂടുന്ന ഒരു വീഡിയോ പുറത്തേക്ക് വന്നു. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ എന്നെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഇതിന്റെ PRO ചെയ്തു തരാമോ എന്ന് പറയുകയും ഞാൻ അതിനകത്ത് ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ആ ഒരു വാർത്ത കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവരൊരു ചെറിയ ടോക്കൺ എമൗണ്ട് എനിക്ക് ഇടുകയും അതിനുശേഷം നമ്മളെ പടം ഇറങ്ങും, ഫുൾ സപ്പോർട്ട് വേണമെന്ന് മണിക്കൂറുകളോടെ എന്നോട് പലപ്പോഴും അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഈ റിലീസ് സമയം ആകുമ്പോഴേക്കും പലപ്പോഴും മാർക്കറ്റിംഗ് ഏജൻസികൾ
വന്ന് വലിയ സ്ട്രാറ്റജീസുമായിട്ട് കൈയടക്കുന്ന ഒരു സ്വഭാവം വരാറുണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഇത് ഏറ്റെടുക്കുകയും അവരുടെ മാർക്കറ്റിംഗിന്റെ തന്ത്രമായിട്ട് എന്റെ പേരും ഇതിനകത്ത് PR എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ PR ഭാഗത്തുമായിട്ട് ഞാനുമായിട്ട് ഒരു എഗ്രിമെന്റോ കാര്യങ്ങളോ ഇവരൊന്നും സുതാര്യമായി എന്നോട് സംസാരിക്കാൻ തയ്യാറാക്കാത്തത് കാരണം ഞാനൊരു വാർത്താക്കുറിപ്പും ഒരു ചാനലിനും ഒരു വെബ്സൈറ്റിനും ഞാൻ കൊടുത്തിട്ടില്ല. ഈ ഏജൻസിയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് ഗുരുതരമായ വിഷയമല്ലേ? അതായത് ഈ ഇസ്ലാമോഫോബിയൊക്കെ സിനിമാക്കാര് കച്ചവട താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. കലയും അതുമായിട്ടൊന്നും യാതൊരു തരത്തിലും നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ നിയമപരമായി പോണ്ടേ? തീർച്ചയായും നിയമപരമായി പോകണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രസ് ക്ലബ്ബിൽ വരുന്നതിന് മുമ്പ്, ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരള പോലീസിലെങ്കിലും ഇവർക്ക് പരാതി കൊടുക്കാനുള്ള സെല്ലുണ്ട്. അവിടെയെങ്കിലും ചെന്ന് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ ബന്ധപ്പെട്ട അസോസിയേഷൻസ് ഉണ്ട് സിനിമയ്ക്ക് വേണ്ടി. ഈ അസോസിയേഷനുകൾ ഇവർ കാണിച്ചിട്ട് ഇത്ര രേഖാമൂലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടെന്നോ ഇവരെ ഉറപ്പായിട്ട് ഇവർ സംരക്ഷിക്കും. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കെതിരെ ഒരു ആക്രമണവും ഞാൻ കണ്ടിട്ടില്ല. ഇത് മൊത്തമായിട്ട് ഞാൻ ഇപ്പോൾ വിലയിരുത്തി നോക്കിയിട്ടും ഒരു ആക്രമണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു തെറ്റ് ഞാൻ തന്നെ പറയുന്ന സംബന്ധിച്ചില്ല, എന്റെ പേര് എന്റെ അനുവാദം ഇല്ലാതെ കൊടുക്കാൻ വേണ്ടി എന്റെ പേരിൽ തന്നെ പത്രക്കുറിപ്പ് എഴുതി കൊടുത്തത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അത് തന്നെ ഗുരുതരമായ ആരോപണം എനിക്ക് തന്നെ പറയാൻ വേണ്ടിയുണ്ട്. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന ഇവർക്കെതിരെ ആരാണ് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയത്, ഇവർക്ക് വധശ്രമത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ ആരെങ്കിലും വിളിച്ച് ഫോൺ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയ്ക്കെതിരെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടോ, അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ട് പോലും ഒന്നും കാണുന്നില്ല. ഇവരുടെ പത്രസമ്മേളനത്തിന്റെ വീഡിയോ കണ്ടപ്പോഴും ഇതൊന്നും ഇല്ല. പക്ഷെ ഇന്നലെ ആ മാർക്കറ്റിംഗ് ഏജൻസിയുടെ ആളെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ നിങ്ങൾ അല്ലാത്ത രീതിയിലേക്ക് വേറെ ഇതിൽ മതനിന്ദ അങ്ങനെയുള്ള കാര്യം ആരോപിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് മുന്നിൽ പറയുമെന്ന് ഞാൻ ഈ മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്ന ആളോട് വിളിച്ചു പറഞ്ഞു. ഈ വാർത്ത വന്നതിന് ശേഷവും പല മാധ്യമങ്ങളും എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇത് പ്രൊമോഷന് വേണ്ടി ചെയ്ത സംഭവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അവിടെ പ്രസ് മീറ്റിൽ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് ആധികാരികമായി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കോൾ റെക്കോർഡിംഗ് പ്രധാനപ്പെട്ട കാര്യം പ്രതിഷേധമാണ്. കാരണം ഒരു റീസൺ, അതായത് മതനിന്ദ എന്നതിൽ പോലും ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള സംഭവം അല്ല, അത് മാർക്കറ്റ് ചെയ്യാൻ ഇപ്പൊ വീട്ടി ബൽറാമൊക്കെ പറഞ്ഞ പോലെ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പൊ ലോകത്തിലാണെങ്കിലും ഈ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ അതൊരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. രാഷ്ട്രീയക്കാരൊക്കെയാണ് മാക്സിമം അത് ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കലയിലേക്കൊക്കെ ഇത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. കൃത്യമായിട്ട് ഇവർക്ക് ഇത് വിശദീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതിന്റെ അണിയറ പ്രവർത്തകർ മറ്റുള്ളവർ പ്രതീക്ഷ കോൺടാക്ട് ചെയ്തിരുന്നോ? അവരെന്താണ് പറയുന്നത്? ഇവര് ഞാൻ വേറെ ആരെയും കോൺടാക്ട് ചെയ്തില്ല. ഇതിൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ ആള് ഞാൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയാണ് ഈ പ്രസ് മീറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന്റെ പ്രസ് മീറ്റോ കാര്യങ്ങളിലോ ഒരു കാര്യത്തിലും ഞാൻ എടുത്തിട്ടുമില്ല, ഞാനത് ചെയ്യത്തുമില്ല. കാരണം ഞാൻ മാറി നിൽക്കുന്ന ഒരു സംഭവമായിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ സിനിമയ്ക്കകത്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതിനകത്തും ഒരു മതത്തിലെ ആൾക്കാരെ നോക്കിയല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. എല്ലാ മതത്തിലുള്ള ആൾക്കാരുണ്ട്, പല പല വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം കുത്തി നിറയ്ക്കുമ്പോഴേക്കും, ഈ വർഗീയത പടർന്നു പിടിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം കൊണ്ടുവരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ചൂഷണം തന്നെയാണ്. സത്യം ഒന്നീ ഇതിന്റെ നിർമ്മാതാക്കൾ എവിടെ നിന്നാണ് ഇവർക്ക് ഇത് ഉണ്ടായത്, ഇവരിതിൽ ലീഗൽ ആസ്പെക്ട്സിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, എവിടെയെങ്കിലും ഇവർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവർ വ്യക്തമാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പിന്നെ എന്റെ ഇത് പോലും കൊടുക്കുമ്പോൾ, ഒരു പ്രശ്നോട് കൊടുക്കുമ്പോഴേക്ക് പോലും ഞാൻ ഈ PRO റോള് ചെയ്യുന്നതിന് വേണ്ടി FEFCയിൽ അംഗീകൃതമായി ജോലി എടുക്കുന്ന ഒരാളാണ്. എനിക്കൊരു സംഘടനയുടെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്റെ പേര് തന്നെ ഞാൻ അറിയാതെ പ്രശ്നോട്ട് കൊടുത്തത് ആര് എന്നുള്ള ചോദ്യം കൂടി എനിക്ക് തന്നെ ഉണ്ട്. മതങ്ങളെ മാത്രമല്ല, കാരണം എന്റെ വ്യക്തിപരമായി പോലും ഹനിക്കുന്ന രീതിയിലല്ലേ ഈ ഒരു സംഭവം പുറത്തു പോയിരിക്കുന്നത്. കാരണം പേഴ്സണലി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ പേര് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നോട്ട് പോയത് പോലും സിനിമയുടെ അണിയറ പ്രവർത്തകർ അത് കൃത്യമായിട്ട് ഈ മതനിന്ദ ചില ആരോപണങ്ങൾ വന്നു അതുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് പറയുന്നതിന് പകരം കൃത്യമായിട്ടുള്ള വിഷയം അവിടെ മാധ്യമപ്രവർത്തകരോട് പറയേണ്ടതായിരുന്നു. നന്ദി പ്രതീക്ഷ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. അങ്ങനെ ഒരു വിശദീകരണം അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിവാദത്തിലേക്ക് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മതനിന്ദ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ അത് തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചതിന് ഇനിയും സിനിമാ നിർമ്മാതാക്കളും അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരും ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത്.